എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഫക്കൂൺ പട്ടിക്കുട്ടിയാണ് കാണിക്കുക. അവൻ ഓടി ഓടി ഇപ്പൊ ഒരു നദിയുടെ തൊട്ടടുത്തെത്തും. അതിന്റെ മുൻപിലായിട്ട് ആ ഒരു വലിയ കവാടം അവൻ കാണും. സാസുരയും ദേദുരയും കയറിപ്പോയ ആ ഒരു വലിയ കവാടം അവൻ കണ്ടുപിടിച്ച് ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് നിൽക്കും. ഇത് തന്നെയാണ് അവരുടെ കേന്ദ്രം. ഇനിയും ഞാൻ അടുത്തേക്ക് പോയാ ഒരുപക്ഷെ ഞാനും ട്രാപ്പിൽ പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നമ്മുടെ ആൾക്കാരെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ അവിടുന്ന് തിരികെ ഓടാൻ തുടങ്ങും. ഇവിടെ സാൻഡ് വില്ലേജില് എല്ലാവരും നല്ല ഉറക്കമാണ്. ഇവിടെ അമ്മൂമ്മ എവിടെയോ തപ്പി തടഞ്ഞു പോയി ഒരു റൂമിലുള്ള ഒരു ബോക്സ് തുറക്കും. അത് കണ്ട് അപ്പൂപ്പൻ ഇത് നിനക്ക് അത്യാവശ്യമാണോ, ഇതെടുക്കണമെന്ന് ഉറപ്പാണോ ചോദിക്കുമ്പോൾ അതിന് അമ്മൂമ്മ പറയും, ഞാൻ ഒരുപാട് കാലം ജീവിച്ചു, എനിക്കിപ്പോൾ വയസ്സായി, സോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണമെങ്കിൽ എനിക്കിതിൻ്റെ സഹായം അത് കൂടിയേ തീരൂ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ കാക്കാഷിക്ക് വില്ലന്മാരുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അത് കാണുമ്പോൾ തന്നെ കാക്കാഷിക്ക് മനസ്സിലാവും ഇതൊരു വലിയ ട്രാപ്പാണ്. വില്ലന്മാരാരും നിസ്സാരക്കാരല്ല. അവൻ ഉടനെ ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടിയോട് മറ്റൊരു ഹെൽപ്പ് ചോദിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടപ്പനാവട്ടെ എന്തോ ഒരു സ്വപ്നം കണ്ട് അങ്ങനെ താഴേക്ക് വീഴും. ഫക്കൂൺ പട്ടിക്കുട്ടി ചിരിച്ചിട്ട് നിനക്കിപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ കാക്കാഷി ഫക്കൂൺ പട്ടിക്കുട്ടിയോട് പറയും, ഞാൻ പറഞ്ഞ കാര്യം അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം ഫക്കൂൺ പട്ടിക്കുട്ടി അത് പുറത്തേക്ക് ഓടും. പട്ടിക്കുട്ടിയുടെ സ്പീഡ് കണ്ട് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അതിനെ നോക്കി നിൽക്കും. കുട്ടപ്പൻ ചോദിക്കും, അക്കാസ്കി ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥലം അവൻ കണ്ടുപിടിച്ചോ? അതിന് കാക്കാഷി പറയും, കണ്ടുപിടിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം. തട്ട് ചെയ്താ ഇപ്പൊ സാൻഡ് വില്ലേജിലെ 1-2 സെക്യൂരിറ്റീസ് ടെമരിയെ കണ്ടു പറയും, ലീഫ് വില്ലേജിലെ നിഞ്ചകള് അവരാ വില്ലന്മാരുടെ സങ്കേതം അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഇപ്പൊ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അവളത് കേട്ടുടനെ ഇപ്പൊ കങ്കൂരുടെ അടുത്ത് എന്ന് പറയും, അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഗാറെ തിരിച്ചു കൊണ്ടുവരും. അത് കേട്ട് കങ്കൂറ ചിരിക്കും. ഇവിടെ ഗ്രാമത്തിന് വെളിയിലായിട്ട് നമ്മുടെ കുട്ടപ്പനും ടീംസും മിഷന് പോകാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. ടെമരി അവളുടെ ആൾക്കാരെയും റെഡിയാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നമുക്ക് ഒരുമിച്ച് ഈ ഒരു മിഷൻ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുമ്പോ അവിടേക്ക് മാസ്റ്റർ വന്ന് അപ്പോഴാണ് ടെമരിയോട് പറയാ, ഇപ്പൊ ഗ്രാമം അത് അനാഥമാണ്, നീ കൂടെ പോയാ ഗ്രാമത്തെ രക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് നീ ഗ്രാമത്തിൽ തന്നെ നിൽക്കണം. അത് കേട്ട് കാക്കാഷി പറയും, കുഴപ്പമില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാറയായിട്ട് തിരിച്ചെത്തും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഹൈ കൗൺസിലുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾക്ക് ഹെൽപ്പിനായിട്ട് തീർച്ചയായിട്ടും അയക്കാന്ന് ഇപ്പൊ മാസ്റ്റർ കൂട്ടിച്ചേർക്കും. ടെമരി പറയും, ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം വരും. ഇവിടെ അക്കാസ്കി മെമ്പേഴ്സ് അവര് വീണ്ടും വീണ്ടും ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്ലാൻ അത് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വത്തുമണികള് ഇപ്പൊ വില്ലന്മാരെ ലക്ഷ്യമാക്കിയിട്ട് ഓടാനായിട്ട് ആരംഭിക്കും. അതേസമയം മൈഗൈൻ ടീംസും ആവട്ടെ ദിവസങ്ങളായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ടൺ ഒരുപാട് ടയർഡായി, ഇനിയെങ്കിലും കുറച്ചു നേരം നമുക്ക് വിശ്രമിച്ചുകൂടെ എന്ന് അവരോട് ചോദിക്കും. അതിന് ലീ പറയും, ഇത് വിശ്രമവേളയല്ല, നമ്മുടെ മിഷന്റെ ടൈമാണ്, മാത്രമല്ല ഇതൊക്കെ ഒരു അടിപൊളി പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞ് അവനാവട്ടെ അവളെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ നെജി ദൂരത്തായിട്ട് ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടിയെ കാണും. നീ എന്താ ഇവിടെയും ചോദിക്കുമ്പോ ഫക്കൂൺ എന്തൊക്കെയോ ചില കാര്യങ്ങള് ഇപ്പൊ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങും. അതേ സമയത്ത് ഇവിടെ സാക്കുറ കുട്ടപ്പനോട് പറയും, വർഷങ്ങളായി അക്കാസ്കി ഓർഗനൈസേഷൻ നിന്നെ നോട്ട് വിട്ടിട്ട്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. കാരണം ഇവൾക്കെങ്ങനെ ഇതൊക്കെ അറിയാം. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഹിറ്റാച്ചിനെയും ഒറോച്ചിമാറുവിനെയും ആലോചിക്കും. അത് കേട്ട് കക്കാഷി പറയും, 3 വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലെ കുട്ടപ്പനെ പിടിക്കാനായി അവര് വന്നിരുന്നു. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവര് 3 വർഷം ഗ്യാപ്പ് എടുത്ത് ഇപ്പൊ വീണ്ടും വരുന്നതെന്ന്. അവരെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അത് കളക്ട് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ മാമനാണ്. അപ്പൊ പുറകിൽ നിന്ന് ഇപ്പൊ മറ്റൊരാൾ പറയും, അവര് ടെയിൽ ബീസ്റ്റിനെ പിടിച്ച് കുറച്ച് പ്രൊസീജിയർ ചെയ്യും, അതുകൊണ്ടാണ് അവര് 3 വർഷം ഗ്യാപ്പ് എടുക്കുന്നെന്ന് പറയുമ്പോ നമ്മുടെ ആൾക്കാർ ഞെട്ടിയിട്ട് ഇപ്പൊ പുറകിലേക്ക് നോക്കുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, ആ ഒരു അമ്മൂമ്മ. സാക്കുറ അത്ഭുതപ്പെട്ട് ടെയിൽഡ് ബീസ്റ്റോ അതെന്താണെന്ന് ചോദിക്കുമ്പോ അമ്മൂമ്മ പറയും, അമ്മൂമ്മ ക്യാഷ്വലായിട്ട് ചിരിക്കും, ടെയിൽഡ് ബീസ്റ്റ് എന്താണെന്ന് പോലും നിനക്കറിയില്ലേ, നീയാണോ സുനൈരയുടെ ശിഷ്യാന്ന് ചോദിക്കുമ്പോ കാക്കാഷി പറയും, അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഞങ്ങൾ ഗ്രാമത്തില് ആരോടും പറഞ്ഞിട്ടില്ല, അതെല്ലാം തന്നെ ഇപ്പോഴും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്ന് കാക്കാഷി കൂട്ടിച്ചേർക്കും. അത് കേട്ട് അമ്മൂമ്മ ഇപ്പൊ സാക്കുറയ്ക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും, സാൻഡ് വില്ലേജിലുള്ളത് 1 ടൈം ബീസ്റ്റ് ആണ്, അത് ജീവിക്കുന്നത് കാറയുടെ ബോഡിയിലാണ്. എന്നാൽ ലീഫ് വില്ലേജില് 7 ടൈൽ ബീസ്റ്റ് ആണ്, അതിരിക്കുന്നത്
കുട്ടപ്പന്റെ ബോഡിയിലാണ്. ഇത്തരത്തിൽ 9 ബീസ്റ്റുകള് ഈ ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് ഇപ്പൊ അമ്മൂമ്മ പറയും. ഓരോരോ ബീസ്റ്റിനും വ്യത്യസ്തങ്ങളായ വാലുകളാണ്. 1 ടൈൽ ബീസ്റ്റിന് 1, 7 ടൈൽ ബീസ്റ്റിന് 7 എന്നിങ്ങനെയായിരിക്കും. അവരുടെ നമ്പർ അനുസരിച്ച് അവരുടെ ടൈലുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. അവർക്ക് അൺലിമിറ്റഡ് ചക്ര പവർ ഉണ്ടാവും. മാത്രമല്ല ആരെക്കൊണ്ടും അവയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമായി. അവൻ മുൻപോട്ട് പോകും. അപ്പൊ അമ്മൂമ്മ വീണ്ടും പറയും, അവർ ഈ ടെയിൽ ബീസ്റ്റിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യാണെന്ന് ഒരു പിടിയുമില്ല. കട്ട് ചെയ്ത ഇവിടെ ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ മൈഗയും ടീംസിനോടും നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒന്നൊന്നായി പറയാൻ തുടങ്ങും. അക്കാസ്കി ടീമിനെ കണ്ടുപിടിക്കാനായി ഞങ്ങളെ 10 പേരെയാണ് കാക്കാഷി അയച്ചത്. അവരുടെ സങ്കേതം അതുള്ളത് ലാൻഡ് ഓഫ് റിവറിന്റെ തൊട്ടടുത്താണ്. അതും ആ ഒരു സ്ഥലം അത് ലീഫ് വില്ലേജിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി അത് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടിപ്പോ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ പുറകെ തന്നെ വരാനായിട്ട് പട്ടിക്കുട്ടി പറയും. അതേ സമയത്ത് ലോങ് ഷോട്ടില് അക്കാസ്കി ഓർഗനൈസേഷനിൽ പെട്ട മറ്റൊരുത്തൻ അതെല്ലാം തന്നെ ഇപ്പോൾ ഒളിഞ്ഞിരുന്ന് കാണും. ഈ ഒരു അക്കാസ്കി മെമ്പറിന്റെ പേര് ഷെറ്റ്സു എന്നാണ്. അവൻ ഉടനെ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് പാസ് ചെയ്യും. അതേ സമയത്ത് ഇവിടെ അക്കാസ്കി ഓർഗനൈസേഷൻ ഗാരയുടെ പവർ അത് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഇപ്പൊ ഷെറ്റ്സു ഓടി വന്ന് പറയും, നമ്മുടെ രഹസ്യ സങ്കേതം അവർ കണ്ടുപിടിച്ചു. ഏതൊരു ഷോക്കായിട്ട് അവരാരാണെന്ന് ചോദിക്കുമ്പോ അതിനവൻ പറയും, ലീഫ് വില്ലേജിലെ പവർഫുൾ ആയിട്ടുള്ള നിഞ്ച മൈഗയോ അതാരാണെന്ന് ചോദിക്കുമ്പോ അത് കേട്ട് ഹിറ്റാച്ചി പറയും, അവൻ വെറും ഒരു നിഞ്ചയല്ല, ലീഫ് വില്ലേജിലെ ഒരു ഷിനോബിയാണ്. മാത്രമല്ല ടൈജിപ്സുവില് അവൻ മരണമാസാണ്. അവൻ വളരെ പവർഫുൾ ആണ്. ഒരിക്കലും അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് കേട്ട് ഒസുകെ പറയും, അവനെ എനിക്കറിയാം, ഒരിക്കൽ അവൻ എന്നെ അടിച്ചിട്ടുണ്ട്. കിസമി പറയും, ഓൾറെഡി ഞാനും അവനുമായിട്ട് ഫൈറ്റ് നടന്നതാണ്. അതിന്റെ കടം അതിപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കൊള്ളാം. അത് കേട്ട് ബാക്കിയുള്ളവർ പറയും, ഈ ഒരു സമയത്ത് ചക്ര പവർ അധികം കൊണ്ടുവരുന്നത് അത് നീ മാത്രമാണ്. അതുകൊണ്ട് എന്തായാലും ഒരല്പനേരം നീ ഇവിടെ നിന്നേ തീരുകയുള്ളൂ എന്ന് ബാക്കിയുള്ളവർ പറയും. അതിന് കിസമി ഇപ്പൊ അവന്റെ 70% ചക്ര അവിടെ വെച്ചതിന് ശേഷം 30% ചക്രയുമായിട്ട് ഇപ്പൊ മൈഗയുടെ നേർക്ക് പുറത്തേക്ക് പോവും. അവൻ പതിയെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കില് മൈഗൈ ആവട്ടെ കിസമിയെ എടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ മൈഗയും ടീംസും ആവട്ടെ അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പട്ടിക്കുട്ടി പറയും, ആരോ ഒരാള് ഇപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മൾ അപകടത്തിലാണെന്ന് പറയുമ്പോ നെജി ആവട്ടെ ഇപ്പൊ അവന്റെ വ്യാഹു കണ്ണു വെച്ച് ചുറ്റും ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. നെജി പേടിച്ചു പറയും, അവൻ നമ്മുടെ മുൻപിലല്ല പിന്നാലെയാണുള്ളത്. എല്ലാവരും പേടിച്ചു വരച്ച് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഗസമി വില്ലൻ അവൻ വളരെ സ്പീഡില് ഇപ്പൊ വരുന്നത് കാണാം. മൈഗൈ ഉച്ചത്തില് നീ ആരാണെന്ന് ചോദിക്കുമ്പോ അവൻ തിരികെ പറയും, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയ മൈഗൈ. അതേസമയം കുട്ടപ്പനും ടീംസും ആവട്ടെ ഇപ്പൊ നല്ല സ്പീഡില് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തവണ സെറ്റ്സുഗി നമ്മുടെ കുട്ടപ്പനും ടീംസും അതുവഴി പാസ് ചെയ്യുന്ന കാണും. സെറ്റ്സുഗി വില്ലൻ അത് കണ്ട ഉടൻ തന്നെ വീണ്ടും വില്ലന്മാരുടെ ടീമിന്റെ അടുത്ത് ആ കാര്യവും ചെന്ന് പറയും. ഇത്തവണ ആരെ അയക്കുന്നു പറഞ്ഞ് അവര് പരസ്പരം ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത്തവണ നറൂട്ടോയും കൂട്ടരെയും തകർക്കാനായിട്ട് അവരയക്കിയ സാക്ഷാൽ ഹിറ്റാച്ചിയാണ്. അതേസമയം മൈഗയാവട്ടെ ആ ഒരു വില്ലനെ കണ്ട് ആരാണെന്ന് മനസ്സിലാക്കാതെ ഇപ്പൊ വണ്ടടിച്ച് നിൽക്കുകയാണ്. നെജി അവനെ ചെക്ക് ചെയ്ത് പറയും, ഇവന് നറൂട്ടോ കുട്ടപ്പന്റെ അത്രയും പവർ ഇപ്പൊ കാണപ്പെടുന്നുണ്ട്. വില്ലൻ മൈഗയോട് പറയും, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഓർമ്മ അത് ഞാൻ തിരികെ കൊണ്ടുവരാം. അതേ സമയത്ത് ഇവിടെ ഹിറ്റാച്ചി ആവട്ടെ അവന്റെ 2 ശരീരം കണ്ണും ഇപ്പൊ ഓപ്പൺ ചെയ്ത് നമ്മുടെ ആൾക്കാരെ തുറിച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും